ഇപ്പം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു കണക്ക് പുറത്തു വന്നിരിക്കുകയായിരുന്നു. അതായത് നമ്മളുടെ LDF സർക്കാരിന്റെ കാലത്ത്, അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചികിത്സാ ചെലവിന് വേണ്ടി മന്ത്രിമാര് ഉപയോഗിച്ചിരുന്ന പണത്തിന്റെ ചെലവ്, അതായത് മുഖ്യമന്ത്രിക്ക് മാത്രം, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം 90 ലക്ഷത്തിന് മുകളിലാണ് ചികിത്സയ്ക്കായിട്ട് ചെലവാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വെച്ച് കേരളം അമേരിക്ക മോഡലുള്ള സംവിധാനമാണെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം പോകുന്നത് പുറത്തോട്ടാണ് ചികിത്സയ്ക്ക് വേണ്ടി. അതിനുവേണ്ടി ചെലവാക്കിയതിന്റെ തുകയുമാണ് ഇപ്പൊ കാണുന്നത്. അപ്പോൾ പാവപ്പെട്ടവന്റെ ഖജനാവിൽ നിന്ന് എടുത്ത പണമല്ലയോ ഈ 90 ലക്ഷം രൂപ എന്ന് പറയുന്നത്? അതിപ്പോ ആതിര പറഞ്ഞ ആ ഒരു സെന്റൻസ് അത് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ലക്ഷങ്ങളല്ല, കോടികളാണ്. കോടികൾക്കൊന്നും ഒരു വിലയില്ലാത്ത അവസ്ഥയാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 5 വർഷം ഈ ഒരു മന്ത്രിമാർക്കായി ചികിത്സാ ചെലവിന് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്നെടുത്തത് 24 കോടി രൂപയിലേറെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചികിത്സയ്ക്കായി, അത് അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്കായി ചിലവഴിച്ചിരിക്കുന്നത് 93 ലക്ഷത്തിലേറെ. അതിനുശേഷം K കൃഷ്ണൻകുട്ടി, V ശിവൻകുട്ടി, കൂടാതെ R ബിന്ദു, ഇങ്ങനെ 3 പേരാണ്, അല്ലെങ്കിൽ ഈ ഒരു 4 പേർക്കായാണ് ഏറ്റവും കൂടുതൽ തുക, അല്ലെങ്കിൽ ലക്ഷങ്ങളോളം ചിലവഴിച്ചത്. ഈ ചിലവഴിച്ച എല്ലാ തുകയെല്ലാം എന്നെയും തന്നെയും പോലുള്ള സാധാരണക്കാരിൽ നിന്ന് പിടിച്ച നികുതി ഉപയോഗിച്ചാണ് ഈ പോകുന്നത്. ഇവർക്ക് ആവശ്യമായ അലവൻസും അതുപോലുള്ള അവകാശങ്ങളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളുമെല്ലാം ഇളവുകളെല്ലാം നമ്മുടെ കേരളത്തിലുണ്ടെന്നിരിക്കെ ഈ ഒരു വിദഗ്ധ ചികിത്സയ്ക്കായി പോകുന്നത് വിദേശങ്ങളിലേക്കാണ്. അത് ഈ പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗം, കേരള മോഡൽ മറ്റ് രാജ്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങളും മാതൃകയാക്കേണ്ടതാണ്. അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങളും നമ്മുടെ കേരള മോഡലിനെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വികസന മാതൃകയാണ്, അല്ലെങ്കിൽ കേരള മോഡലാണ്. എന്തുകൊണ്ട് ആ കേരള മോഡലിനെ ഇവിടെ അവശേഷിപ്പിച്ച് വിദേശത്തേക്ക് പോയി, അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള കുത്തക രാഷ്ട്രങ്ങളിലേക്ക് ചികിത്സയ്ക്കോ അല്ലെങ്കിൽ മറ്റ് ആഡംബര യാത്രയ്ക്കായി പോയി എന്നാണ് ഉയരുന്ന ചോദ്യം. ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു തത്വം എന്ന് പറഞ്ഞാൽ തൻ്റേതായ ആവശ്യങ്ങൾക്ക് ശേഷം വരുന്ന തുക അത് അർഹതപ്പെട്ടവനിലേക്ക് പോകണമെന്നാണ്. അല്ല, ഇതിപ്പോൾ നേരെ തിരിച്ചാണ് വരുന്നത്. അതായത് അർഹതപ്പെട്ട സാധാരണക്കാരിൽ നിന്നുള്ള നികുതി പിഴിഞ്ഞാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യേണ്ട മന്ത്രിമാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. 3 കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. ആ 3 കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രി ഇത്രയും ജനങ്ങളുടെ, അതായത് കേരളത്തിലെ പൊതുഖജനാവിൽ നിന്ന് തുക എടുത്താണ് വിദേശ രാജ്യങ്ങളിലേക്ക് സന്ദർശനത്തിനും അതുപോലെ ചികിത്സയ്ക്കൊന്നും പോകുന്നത്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോഴും നമ്മുടെ കേരളവും തമ്മിൽ താരതമ്യപ്പെടുത്തി വേണം അതിനെ ന്യായീകരിക്കാൻ. ഇപ്പം ഇത് മാത്രമല്ല, ചികിത്സയ്ക്ക് മരുന്നുകളില്ലാത്ത, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മരുന്നുകളില്ലാത്ത അവസ്ഥകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതായത് പണമില്ലാത്തതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ മരുന്നുകളില്ലാതെ ഈ സാധാരണക്കാർ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ തേടേണ്ടി വന്ന് കടക്കിണയിലായ അവസ്ഥകൾ ഒരുപാടുണ്ട്. ആ ഒരു സമയത്താണ് ഈ 90 ലക്ഷവും 1 കോടിയൊക്കെ അടുപ്പിച്ചായിട്ട് സ്വന്തം ചികിത്സാ ചെലവിന് വേണ്ടി, സ്വന്തം ആരോഗ്യം വേണ്ടി, ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയുന്നത് എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് നിൽക്കേണ്ട വ്യക്തിയാണ്. ആ വ്യക്തിയാണ് സ്വന്തം ആവശ്യത്തിനാണ് ഇത്രയും ലക്ഷം രൂപ അല്ലെങ്കിൽ കോടി രൂപ ചെലവഴിച്ചത്. മുമ്പേ പറഞ്ഞ പോലെ പണത്തിനൊന്നും ഒരു വിലയില്ലാത്ത പോലെ, അത് നമ്മുടെ ഖജനാവ് കാലിയാണ് എന്ന് പറയുന്ന സമയത്താണ് ഇത്രയും രൂപ ചെലവഴിച്ചതെന്നുള്ളതാണ് ഏറ്റവും ചിന്തിക്കേണ്ട കാര്യം. അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ചികിത്സ ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കുക. കാരണം ഒരു മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ചികിത്സ. ആ ചികിത്സയെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം, അത് പോട്ടെ. ഇപ്പോൾ മറ്റ് ചിലവുകൾ നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ക്ലിഫ് ഹൗസിൽ പശുത്തൊഴുത്ത്, അതിൽ കെട്ടാൻ 2 പശുക്കൾ, അദ്ദേഹത്തിന് സഞ്ചാരത്തിനുള്ള വാഹനങ്ങൾ കണ്ടു കാണുമല്ലോ, സന്നാഹങ്ങൾ കണ്ടു കാണുമല്ലോ, 15ഓളം വാഹനങ്ങളും അതിൽ നടുക്ക് ഇദ്ദേഹത്തിന്റെ കാറും, ഇന്നോവ മാറ്റി ക്രിസ്റ്റ പോലെ കിയയുടെ ക്രിസ്റ്റലായിട്ടുള്ള ഒരു ലക്ഷറി വണ്ടി, അതും ആഭ്യന്തര വകുപ്പ് പറഞ്ഞു എന്ന ഒരു കാരണത്താൽ. ഈ ആഭ്യന്തര വകുപ്പ് ആരാണ് ഭരിക്കുന്നത്? ആഭ്യന്തര വകുപ്പ് ആരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്? പിണറായി വിജയൻ തന്നെ. അതായത് എന്നോട് തന്നെ പറയുന്നു എനിക്ക് സുരക്ഷ പോരാ എന്ന്, അതുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞ അനുസരിച്ച് ഒരു വാഹനം മാറ്റി. അതാണ് അവിടെ സംഭവിച്ചത്.
ഏകദേശം ഒരു കോടിയിലധികം രൂപ അല്ലെങ്കിൽ 1,05,00,000 രൂപ ചിലവാക്കി ഒരു നവകേരള ബസ് വാങ്ങി. ആ നവകേരള ബസ് വെക്കാൻ ഒരു മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി വെക്കുമെന്നായിരുന്നു ആ ഒരു സമയത്ത് LDF സഖാക്കൾ പറഞ്ഞ് പരത്തിയ ക്യാപ്സ്യൂളുകൾ. ആ ഒരു നവകേരള യാത്രക്കിടെ സംഭവിച്ചത് എന്തെല്ലാമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, ഈ ഒരു മന്ത്രിമാർക്ക് കഴിക്കാൻ ഭക്ഷണത്തിനുൾപ്പെടെ എത്ര ലക്ഷം രൂപ ചിലവഴിച്ചു. എന്നിട്ടും ആ ഇത്ര ലക്ഷങ്ങളല്ല, കോടി തുക ചിലവഴിച്ചിട്ട് പോലും ഈ കേരളത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഒരു വിവാദമായിട്ടുള്ള ഒരു കാര്യമാണ് മന്ത്രി R ബിന്ദുവിന്റെ കണ്ണട. അത് എത്ര രൂപയായിരുന്നു വകയിരുത്തിയത്? അതിലേക്ക് ഓർമ്മയുണ്ടോ? കുറച്ച് നാളായില്ലേ, ഒരു ഏകദേശം 1,00,000 അതെ, 1.5 ലക്ഷം രൂപയ്ക്ക് കണ്ണട. അത് സാധാരണ ഈ ഒരു കണ്ണടയ്ക്ക് എന്താ പറയുക, ഈ ഒരു എക്സ്റേ റിവ്യൂ അല്ലെങ്കിൽ CV റേയോ അങ്ങനെ എന്തെങ്കിലും ഇൻഫ്രാറെഡ് ക്യാമറയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ഇത് ഒരു ലെൻസ് ഒരു ഫ്രെയിം മാറ്റുന്നതിൻ്റെ ഒരു ചിലവാണ് 1 ലക്ഷം രൂപയിലേക്ക് വകയിരുത്തി ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞ് അവരുടെ സ്വന്തം കയ്യിലേക്ക് മറിച്ചത്. ഇപ്പൊ ഇവര് ചെലവാക്കിയ പൈസ, ഇപ്പൊ നവകേരള ആയാലും ഇപ്പൊ ഈ കണ്ണാടിയുടെ കേസായാലും ഇവര് ചെലവാക്കിയ കാശുണ്ടായിരുന്നെങ്കിൽ എത്രയോ പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ചികിത്സാ ചെലവ് പോട്ടെ, നമ്മുടെ ഖജനാവിനെങ്കിലും ഇട്ട് വെക്കാം. അല്ല, ഇത് പറഞ്ഞപ്പോ എനിക്ക് നമ്മുടെ പഴയ ഒരു സീരിയലിലെ ഒരു സംഭവമാണ്. നമ്മുടെ ജാഫർ ഇടുക്കി കണ്ടില്ല, പുള്ളി അരങ്ങേറിയ ഒരു സമയത്ത്, അതായത് ഒരു സീനിൽ ഒരു കായംകുളം കൊച്ചുണ്ണിയുടെ ഒരു ക്യാരക്ടറായി ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഇത്ര രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്ര പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കായിരുന്നു. അതായത് അങ്ങനെ ഒരു എന്താ പറയാ, ഒരു സാധാരണക്കാരൻ പറഞ്ഞു പോയില്ലേ, അതാണ് ഇപ്പൊ അതിനെ പറഞ്ഞത്. നമുക്കറിയാം, ഈ 10 വർഷം നമ്മളൊരു ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് പിണറായി വിജയൻ വിദേശ യാത്ര ചെയ്യുന്നത്, ചികിത്സയ്ക്കായും അല്ലാതെയും ഒക്കെ. അതും ഒരു പക്ഷേ ഈ ഖജനാവിൽ നിന്ന് എടുത്തത് തന്നെ ആയിരിക്കും. ഒരു വിവരാവകാശ രേഖയിലൂടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതായത് പിണറായി വിജയന്റെ 10 വർഷത്തെ യാത്ര, അതിന് അനുവദിച്ചത് ഏകദേശം കോടികൾ തന്നെയാണ്. പക്ഷേ 24ഓളം വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും 8 വിദേശയാത്രകളുടെ ആ ഒരു ചെലവ് മാത്രമേ ആ ഒരു വിവരാവകാശ രേഖയുടെ പൊതുഭരണ വകുപ്പ് പുറത്തു വിട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ 24 യാത്രയുടെ ആ ഒരു മുഴുവൻ കണക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ചിലവ് എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ പിണറായി വിജയനും നരേന്ദ്രമോദി ഏകദേശം ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു തോന്നുന്നു ഇത്. അതായത് ഈ ഒരു വിദേശ പര്യടനത്തിന്, അതായത് ഇതെല്ലാം നമ്മുടെ കേരളത്തിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനം എന്ന് നമുക്ക് പറഞ്ഞ് ആശ്വസിക്കാം. ഇനിയെങ്കിലും ഒന്ന് ഇരുത്തി ചിന്തിച്ച് ആലോചിച്ച് നോക്കണം ഈ ഒരു പറയുന്ന പ്രതിപക്ഷ നേതാവ് എന്തിനു വേണ്ടിയായിരുന്നു തൻ്റെ ഇത്ര കാലത്തെ യാത്രകളും അല്ലെങ്കിൽ ഇതുപോലെ ഖജനാവിൽ നിന്നും അല്ലെങ്കിൽ പൊതുനികുതിയിൽ നിന്നും എടുത്തുള്ള ആ ഒരു ചിലവാക്കലും. ഈ ചിലവാക്കൽ കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടായോ എന്ന് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മനസ്സിലാകും. നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ളായിരുന്ന പൊതുകടത്തിൻ്റെയൊക്കെ ഒരു മൂല കാരണത്തിൻ്റെ ഒരു ഭാഗം അത് നിങ്ങൾ മാത്രമായിരുന്നു എന്ന്.